കയർഫെഡിന്റെ നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയ മാമ്പറ്റയിലെ ഡീഫൈബറിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. 5 വർഷത്തോളമായി പൂട്ടിക്കിടന്നിരുന്ന ഈ യൂണിറ്റ് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി ഉൾപ്പെടെ 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. യൂണിറ്റിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. കയർഫെഡിന്റെ നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയ മുക്കം മാമ്പറ്റയിലെ ഡീഫൈബറിംഗ് യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. 5 വർഷത്തോളമായി പൂട്ടിക്കിടന്നിരുന്ന ഈ കയർഫെഡിന്റെ ഡീഫൈബറിംഗ് യൂണിറ്റിന്റെ പുതുതായി നിർമ്മിച്ച ഷെഡിൽ ആധുനിക മെഷീനുകൾ സ്ഥാപിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനായി പുതിയ മെഷീനുകളും സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെ 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ച് ആധുനിക യന്ത്രങ്ങൾ സ്ഥാപിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരു ദിവസം 6000 മുതൽ 7000 വരെ തൊണ്ട് സംസ്കരിക്കാനും പിന്നീട് 15000 തൊണ്ടുകൾ വരെ ഒരു ദിവസം സംസ്കരിക്കുന്ന രീതിയിലേക്ക് കേന്ദ്രത്തെ മാറ്റാനുമാണ് കയർഫെഡിൻ്റെ തീരുമാനം. കൂടാതെ ചകിരി സംസ്കരണ കേന്ദ്രത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് കയർ ഭൂവസ്ത്രം നിർമ്മിക്കുവാനുള്ള 2 യൂണിറ്റ് സ്ഥാപിക്കുവാനും കോഴിക്കോട് ജില്ലയിലേക്ക് ആവശ്യമായ കയർ ഭൂവസ്ത്രം ഇവിടെ നിർമ്മിക്കുവാനുമാണ് കയർഫെഡ് ലക്ഷ്യം വയ്ക്കുന്നത്. ഡീഫൈബറിംഗ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം കയർഫെഡ് ചെയർമാൻ TK ദേവകുമാറിൻ്റെ അധ്യക്ഷതയിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി മുഖ്യാതിഥിയായി. കയർഫെഡ് മാനേജിംഗ് ഡയറക്ടർ MK ശശികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ സുനിൽ പൊയ്യേരി, K ബാബു, കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷ്, കയർഫെഡിൻ്റെ ജനറൽ മാനേജർ അജാക്സ് V, കയർഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ NK സുരേഷ്, NR ബാബുരാജ്, കഠിനംകുളം സാബു, കോഴിക്കോട് കയർ പ്രോജക്റ്റ് ഓഫീസർ ഷഹീദ് വടക്കേതിൽ, കയർഫെഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസർ സുനിൽ RR, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PT ബാബു, നിഷാബ് മുല്ലോളി, വേലായുധൻ T, ഗോൾഡൻ ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.